തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, നമുക്കെന്നും യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും നമ്മളൊക്കെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് നോക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും, അതുപോലെ തന്നെ BP ടെസ്റ്റ് ചെയ്ത് നോക്കും, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നോക്കും, തൈറോയ്ഡ് ഫങ്ഷൻ നോക്കും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ആളുകൾ ചെയ്തു നോക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു അറിവ് കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം, എനിക്കിപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു മനസ്സമാധാനം. ഇപ്പോൾ ചില ആളുകൾക്ക് എനിക്കെന്തെങ്കിലും രോഗം വന്നാലോ എന്നുള്ള ആങ്സൈറ്റിയൊക്കെ കാണും. എനിക്ക് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്നൊക്കെ അവരിങ്ങനെ അത് ആലോചിച്ച് വിഷാദമൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ എല്ലാം നോർമലാണെന്ന് അറിയുമ്പോൾ വളരെയധികം ഒരു ആശ്വാസവും ഒരു കോൺഫിഡൻസൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആരോഗ്യം പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് ലോങ്വിറ്റിയും ദീർഘായുസും ലോങ്വിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ദീർഘായുസോടുകൂടി ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല ഹെൽത്തി ആണെന്ന് തെളിയിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ലാബിൽ പോകണ്ട, ഒരു മെഷീൻസും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആ ടെസ്റ്റ് എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ പിടിശക്തിയുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്, അതായത് പിടിശക്തിയുടെ അളവാണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം പിടിശക്തിയുണ്ട് അത്രത്തോളം നിങ്ങൾ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് ദീർഘായുസുണ്ട് എന്നെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു സൈഡാണ്, അല്ലാതെ പിടിശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി എന്നല്ല. അതായത് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഇപ്പോൾ BP ഷുഗറൊക്കെ നോർമലാണ് എന്ന് കരുതി നമുക്ക് വേറെ രോഗം വരൂലെന്നല്ലല്ലോ. അതുപോലെയാണ് പിടിശക്തി, നിങ്ങൾക്ക് നല്ല പിടിശക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദീർഘായുസിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട അളവുകോലാണ് പിടിശക്തി. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ആ ഒരു സൈഡിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പല സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ പോലും പറയുന്നത് ഇപ്പോൾ BPയേക്കാളും അതായത് BP ടെസ്റ്റ് ചെയ്യണേക്കാളും ഈ ഗ്രിപ്പ് സ്ട്രെങ്ത്, പിടിശക്തി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കുറച്ചുകൂടെ ഒരാളുടെ ദീർഘായുസിനെയും അല്ലെങ്കിൽ അയാളുടെ മരണം എത്രത്തോളം അടുത്തെത്തി ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ BP ടെസ്റ്റ് ചെയ്ത് നോക്കണേക്കാളും പിടിശക്തിയാണ് നല്ലതെന്ന് ചില ഡോക്ടർമാരും ചില മെഡിക്കൽ പ്രൊഫഷണൽസൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പിടിശക്തിക്ക്, ഈ BP ഷുഗറൊക്കെ പോലെ തന്നെ. ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മൊത്തം ശക്തിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മസിൽ മാസ് ഒന്നുമില്ല. അതായത് മസിൽസിന് ഇപ്പോൾ ചില മെഡിക്കൽ പ്രൊഫഷൻസ് പറയാറുണ്ട്, ഈ നാച്ചുറൽ മസിൽസിന് ലോങ്വിറ്റിയുടെ ഒരു ഓർഗനായിട്ട് പറയാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, ഓരോ അവയവത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചില ലോങ്വിറ്റി പ്രൊഫഷണൽസൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് നല്ല മസിൽ മാസ് ഉണ്ടോ, നാച്ചുറൽ മസിലുണ്ടോ, ആ നാച്ചുറൽ മസിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലോങ്വിറ്റിക്ക് വേണ്ടിയുള്ള ഒരു അവയവം എന്നൊക്കെ ചില മെഡിക്കൽ ലോങ്വിറ്റി പ്രൊഫഷൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത്, പിടിശക്തി വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ ലോസ് സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോങ്വിറ്റിനെയും ടോട്ടൽ ആരോഗ്യത്തെയും ബാധിക്കും, മസിൽ മാസിൻ്റെ അളവ് കുറവ്. രണ്ടാമത്തെ കാര്യം, ഈ മസിൽസും നാഡികളുമായിട്ട് തമ്മിലുള്ള ബന്ധം, നാഡികളുടെ എഫിഷ്യൻസി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂറൽ എഫിഷ്യൻസിയെക്കുറിച്ച് അനറ്റോളിയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ സ്ട്രെങ്ത്, ഇപ്പം നമ്മുടെ തലയ്ക്കൊരു അടി കിട്ടി, ശരീരം മൊത്തം തളർന്നു പോകില്ലേ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ തലച്ചോറും നമ്മുടെ മസിൽസും ഒക്കെ തമ്മിലുള്ള കണക്ഷനും ആ നാഡികൾ തമ്മിലുള്ള കണക്ഷൻസൊക്കെ. അപ്പോൾ നാഡികളുടെ പ്രവർത്തനമൊക്കെ അത്ര ശക്തമല്ല എന്നതിൻ്റെ ഒരു തെളിവും കൂടെയാണ് വളരെ വീക്കായിട്ടുള്ള പിടിശക്തി. അപ്പോൾ അത് തീർച്ചയായിട്ടും ടോട്ടൽ നിങ്ങളുടെ ഒരു ഫിറ്റ്നസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു ഫെയിലിയറായിട്ട് വേണമെങ്കിൽ ഈ പിടിശക്തി കുറവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ പിടിശക്തി, ഗ്രിപ്പ് സ്ട്രെങ്ത് നമ്മുടെ ബയോളജിക്കൽ ഏജിൻ്റെ ഒരു അളവുകോലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നല്ല പ്രായം കുറവാണ്, ഇപ്പോൾ നിങ്ങൾക്ക് 20 വയസ്സേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് വളരെ ദുർബലമാണെങ്കിൽ നിങ്ങൾ വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. അതായത് നിങ്ങളെ ഹെൽത്ത്, നിങ്ങളുടെ നാഡി എഫിഷ്യൻസി,
അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗം വരാനുള്ള സാധ്യതയുണ്ട്, ആ രോഗം ഒളിഞ്ഞിരിക്കുകയാണ്, അത് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട്, പോഷകാഹാരക്കുറവ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുടെയും ഇൻഡിക്കേറ്ററായിട്ട് നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് അത് കുറവായിട്ട് കാണിക്കാം. പക്ഷേ നിങ്ങൾക്ക് 20 വയസ്സുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പിടിശക്തി വളരെ കുറവാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരു 40 വയസ്സുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള പിടിശക്തി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 20 വയസ്സുകാരനേക്കാളും നിങ്ങൾക്കാണ് ബയോളജിക്കൽ ഏജ് കൂടുതൽ. കാരണം നിങ്ങൾക്ക് വളരെ മികച്ച പിടിശക്തിയുണ്ട്, നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽ മാസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ തലച്ചോറ് മസിൽസും നാഡികളും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ സ്ട്രോങ് ആണ്, വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ അതായത് BP യെക്കാളും എഫിഷ്യൻ്റായിട്ട് ഈ ഗ്രിപ്പ് സ്ട്രെങ്തിനെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പല മെഡിക്കൽ പ്രൊഫഷണൽസും ഡോക്ടർമാരൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് മെച്ചപ്പെട്ട വളരെ ശക്തനായിട്ടുള്ള ഒരാൾ. അപ്പോൾ അതാണ് പറയുന്നത്, ഈ പിടിശക്തിയും ബയോളജിക്കൽ ഏജും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് എന്നതിൽ കാര്യമില്ല, നിങ്ങളുടെ പിടിശക്തി എത്രയാണ് അതാണ് നിങ്ങളുടെ ബയോളജിക്കൽ ഏജിനെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു 18 വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് വീക്കാണെങ്കിൽ ഒരു 45 വയസ്സുള്ള ഒരാൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാണ് ബയോളജിക്കൽ ഏജ് കുറവ്. ഞാൻ ഇത്രയും നേരം ഇപ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ഗ്രിപ്പ് സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്, എനിക്ക് നല്ല ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ 100 വയസ്സിൽ ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് ലോങ്വിറ്റി ഉണ്ട്, വേറെ രോഗം വരില്ല, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. ഇത് ആരോഗ്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും അളവുകോലുകളുണ്ട്, ഒരുപാട് അളവുകോലുകളുണ്ട്. അതിലൊരു അളവുകോല് മാത്രമാണ് പിടിശക്തി. അല്ല, പിടിശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ 100% ഗ്യാരണ്ടി എന്നല്ല. പക്ഷേ ഓക്കെ, ഒരു ശക്തമായ അളവുകോലാണ്, ഓക്കെയാ, തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് വരും, എനിക്ക് നല്ല ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന്. അളവുകോലുകളുണ്ട്, ഒരു അളവുകോല് മാത്രമാണ് ഗ്രിപ്പ് സ്ട്രെങ്ത്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള വേറെ മെഷീനുണ്ട്, ഞാൻ മെഷീനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ആ ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാർക്കിൽ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ ടെസ്റ്റ് ചെയ്യാം. വേറെ ഒന്നുമല്ല, പുള്ളപ്പ് ബാറിൽ പോയിട്ട് വെറുതെ തൂങ്ങിക്കിടന്നാൽ മതി. അതായത് ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഡെഡ് ഹാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ഹാങ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് മാത്രമല്ല, ഒന്ന് നിങ്ങൾക്ക് നല്ല ഗ്രിപ്പ് സ്ട്രെങ്ത് വേണം, 2 ഷോൾഡർ സിമിട്രി ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി നല്ല നമുക്ക് കറക്റ്റായിട്ട് തൂങ്ങിക്കിടക്കാൻ പറ്റുള്ളൂ. അതുപോലെ കോർ സ്ട്രെങ്ത് വേണം. ഈ ഡെഡ് ഹാങ് ചെയ്യുമ്പോൾ കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഒരുമാതിരി ഒടിഞ്ഞ് തൂങ്ങിയ പോലെ ആയിരിക്കും തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഈ വെറുതെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവ് ആവും. അല്ല വെറുതെ തൂങ്ങിക്കിടക്കുന്ന ഗ്രിപ്പ് സ്ട്രെങ്തിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ BMI നോർമൽ ആയിരിക്കണം. ഇപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾ, നിങ്ങളുടെ വെയിറ്റ് 85 കിലോ ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റഡ് ആണ്. ആ ഓവർ വെയ്റ്റും വെച്ചിട്ട് നിങ്ങൾ ഡെഡ് ഹാങ് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പോയി ചെയ്യരുത്. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർ, അതായത് നിങ്ങൾക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്, 50 കിലോ ഉള്ളെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതായത് കറക്റ്റ് നിങ്ങളുടെ BMI അനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം, എന്നിട്ട് വേണം പോയി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അല്ലാതെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് നല്ല പാടുമായിരിക്കും, കുറച്ച് സമയം മാത്രമേ ഡെഡ് ഹാങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രായം കൂടുന്തോറും മസിൽ മാസൊക്കെ ലോസായി തുടങ്ങും. അപ്പോൾ ഈ കുറച്ച് പ്രായം കൂടിയ ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു 30 സെക്കൻഡ് ഡെഡ് ഹാങ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ ചെറുപ്പക്കാരെ പോലെ ഈ പ്രായം കൂടിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു ചെറുപ്പക്കാരൻ 1 മിനിറ്റ് ചെയ്യുന്നത് ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾ 30 സെക്കൻഡ് ചെയ്യുന്നതിന് ഈക്വലായിട്ട് കാണാം. കാരണം 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 30 സെക്കൻഡ് തൂങ്ങിക്കിടക്കുമെന്ന് പറയുന്നത് അത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് വർക്കൗട്ടൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്ന ആളുകൾക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ, അതായത് ഞാൻ പെർഫെക്ഷനെ കുറിച്ചല്ല, ഈ തട്ടിയും മുട്ടിയും ഒരുവിധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരുവിധം നിങ്ങൾ ഗ്രിപ്പ് സ്ട്രെങ്ത് ഓക്കെ ആണെന്ന് പറയണമെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഒരു 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെയെങ്കിലും മിനിമം ഒന്ന് തൂങ്ങി നിൽക്കാൻ പറ്റണം, 30-നും 45-നും ഇടയ്ക്ക്. സ്ത്രീകളാണെങ്കിൽ ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക് നല്ല ഈ ഫെമിനിറ്റി കൂടുന്നതനുസരിച്ച് സ്ത്രീകൾ വീക്കാവും, കുറച്ചുകൂടെ
പുരുഷത്വം കൂടിയ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കൂടുതൽ തൂങ്ങിക്കിടക്കാൻ പറ്റും. അപ്പോൾ ഒരു 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയൊക്കെ പറയാം സ്ത്രീകൾക്ക് വെറുതെ ഡെഡ് ഹാങ് തൂങ്ങിക്കിടക്കുന്നത്. അതേസമയം കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്നതെന്നല്ല, വർക്കൗട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫിറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിടിശക്തി ഉണ്ടെന്ന് പറയണമെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഒരു 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ തൂങ്ങിക്കിടക്കാൻ പറ്റണം. സ്ത്രീകളാണെങ്കിൽ ഒരു 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെയെങ്കിലും തൂങ്ങിക്കിടക്കാൻ പറ്റണം. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പിടിശക്തി ഓക്കെയാണ്. ഇപ്പോൾ ബി പി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ BP നോർമൽ എന്ന് പറയുന്നത്, അതുപോലെ നിങ്ങളുടെ പിടിശക്തി നോർമലാണ് ഞാൻ ഈ പറയുന്ന കണക്ക്. അപ്പോൾ സ്ത്രീകൾ 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെയുള്ള ടൈം ഡെഡ് ഹാങ് ചെയ്യണം. പുരുഷന്മാർ 45 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് 1 മിനിറ്റ് വരെയുള്ള ടൈം ഡെഡ് ഹാങ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, BP നോർമൽ എന്ന് പറയും പോലെ നിങ്ങളുടെ പിടിശക്തിയും നോർമലാണെന്ന് പറയാൻ സാധിക്കും. ഈ പിടിശക്തിയുടെ അല്ലെങ്കിൽ ഗ്രിപ്പ് സ്ട്രെങ്തിൻ്റെ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ഹാങ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തൂങ്ങിക്കിടന്നിട്ടേ ടൈമർ ഓൺ ആക്കാവൂ. പല ആളുകളും ടൈമർ ഓണാക്കി വെച്ചിട്ട് പോയി തൂങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തൂങ്ങിക്കിടന്നിട്ടേ ടൈമർ ഓൺ ആക്കാവൂ. രണ്ടാമത്തെ കാര്യം, ഒറ്റ തവണ മാത്രം ഇത് ടെസ്റ്റ് ചെയ്യരുത്. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഈ സ്കോർ കിട്ടണതിലൊന്നും വലിയ വാല്യൂ ഞാൻ കൊടുക്കുന്നില്ല. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സജഷനാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതിൽ 3 തവണ ഹാങ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു തവണ ആദ്യം ഹാങ് ചെയ്യണം. ആദ്യത്തെ തവണ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 40 സെക്കൻഡ് നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രണ്ടാമത്തെ സെറ്റ് വീണ്ടും തൂങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് 40 വരെ തൂങ്ങാൻ പറ്റുന്നുണ്ടോ നോക്കണം. മൂന്നാമത്തെ തവണ ട്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്ര വരെ തൂങ്ങിക്കിടക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണം. അതായത് ആദ്യം പോയി ഒരു തവണ എത്ര തൂങ്ങിക്കിടക്കാൻ പറ്റുമെന്നല്ല, 3 തവണ ഇത് 3 സെറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. 3 സെറ്റിലും നിങ്ങൾക്കൊരു ആവറേജ് സ്കോർ വരുമല്ലോ. ഇപ്പോൾ ആദ്യത്തെ സെറ്റിൽ 1 മിനിറ്റ് തൂങ്ങി, രണ്ടാമത്തെ സെറ്റായപ്പോൾ 55 സെക്കൻഡ് തുടങ്ങി, 55 സെക്കൻഡ് ഹാങ് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ സെറ്റ് ചെയ്തപ്പോൾ 50 സെക്കൻഡ് ഹാങ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മൂന്നാമത്തെ സെറ്റിൽ നിങ്ങൾക്ക് എത്ര തൂങ്ങിക്കിടക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കോർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരു പ്രോ ടിപ്പാണ്. അല്ലാതെ ചെക്ക് ചെയ്യാൻ പറയുന്നവർ ആദ്യത്തെ തവണ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ തവണ ചെയ്യണമെന്ന് കൗണ്ട് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ സ്കോർ ഉണ്ടല്ലോ, ഈ നല്ല പിടിശക്തിയുടെ ഹെൽത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത്, ആ സ്കോർ, ഹെൽത്തി സ്കോർ എന്ന് പറയുന്നത്, അതായത് സ്ത്രീകൾ 3 തവണ തൂങ്ങണം. മൂന്നാമത്തെ തവണ തൂങ്ങുമ്പോൾ നിങ്ങൾ 30 മുതൽ 45 സെക്കൻഡ് വരെ തൂങ്ങിക്കിടക്കാൻ പറ്റണം. സ്ത്രീകൾക്ക് 45 പെർഫെക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ തവണ തൂങ്ങുമ്പോൾ, പുരുഷന്മാർ മൂന്നാമത്തെ തവണ തൂങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 45 സെക്കൻഡ് മുതൽ 60 മിനിറ്റ്, അതായത് 1 മിനിറ്റ് വരെയെങ്കിലും അവർക്ക് മൂന്നാമത്തെ തവണ തൂങ്ങാൻ പറ്റണം. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആദ്യത്തെ തവണ മാത്രം ചെക്ക് ചെയ്യുന്നത് പെർഫെക്ഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. മൂന്നാമത്തെ തവണ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥ നമ്മുടെ ആ ഒരു പിടിശക്തിയുടെ യഥാർത്ഥ കരുത്ത് എത്ര ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, സി യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.